നമസ്കാരം. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. UP സെക്ഷനിലെ വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. ടീം വയലറ്റ് അഭിന UP ആൻഡ് അഞ്ചൽ മുഹമ്മദ്, ഗവൺമെന്റ് UPS മണാശ്ശേരി മുക്കം കോഴിക്കോട്. ടീം ഇൻഡിഗോ അദ്വൈത് PS ആൻഡ് കാർത്തിയായനി DB NSS ഹയർ സെക്കൻഡറി സ്കൂൾ മടവൂർ തിരുവനന്തപുരം. ടീം ബ്ലൂ ഹാഫിസ് റസൂൽ VN ആൻഡ് ഭഗത് KR SNVUP സ്കൂൾ തളിക്കുളം തൃശൂർ. ടീം ഗ്രീൻ വന്ദന B ശങ്കർ ആൻഡ് അർഷ ജോജി സെയിന്റ് തോമസ് EM ഹൈസ്കൂൾ അട്ടപ്പാലം ഇടുക്കി. ടീം യെല്ലോ ആദിൽ ഷാജി ആൻഡ് അൽഫിദ് K ഖാദർ, ഗവൺമെന്റ് UPS തൊണ്ടിക്കുഴ ഇടുക്കി. ടീം ഓറഞ്ച് മാധവ് R ബാബു ആൻഡ് നിഖിൽ സുന്ദർ M സെയിന്റ് പോൾസ് EMHSS തേഞ്ഞിപ്പാലം മലപ്പുറം. ടീം റെഡ് മുഹമ്മദ് ഫവാസ് ആൻഡ് ആദിത്യൻ ശ്രീജിത്ത് SN ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കൽ എറണാകുളം. 15,000 സ്കൂളുകളിലായി 45 ലക്ഷം കുട്ടികൾ പങ്കെടുത്ത ഒരു ക്വിസ് മത്സരം. അതിന്റെ വിജയത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. ഇനി 4 സെഗ്മെന്റുകൾ നിങ്ങൾ നേരിടാനുണ്ട്. ഡ്രീം, ഹോപ്പ്, വാർ, വിക്ടറി. സ്വപ്നം, പ്രതീക്ഷ, യുദ്ധം, വിജയം. ഈ 4 സെഗ്മെന്റുകളിലേക്ക് മാത്രമേ നേരിടാനുള്ളൂ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ അഭിമാനത്തോടുകൂടി നിവർന്നു നിൽക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് മത്സരത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. കാരണം യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു ക്വിസ് മത്സരമാണ് ഇത്. ഒരേ ദിവസം ഒരേ സമയം ഒരേ ചോദ്യാവലി. ഇത്രയധികം കുട്ടികൾ ഒരുമിച്ച് പങ്കെടുത്ത ഒരു ക്വിസ് മത്സരവും ഇതുവരെ ലോകത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാം. വണ്ടർഫുൾ. ഓൾ റൈറ്റ്. ഞാൻ രവീന്ദ്രനാഥ ടാഗോർ പണ്ട് ശാന്തിനികേതനിൽ വെച്ചിട്ട് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അവരുടെ കഥകളൊക്കെ പറയുന്ന സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, അങ്ങ് ഞങ്ങളോട് എന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും നിങ്ങൾ കുട്ടികളാണ്, UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം, ഈ ലോകത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യം. അവിടെ രവീന്ദ്രനാഥ ടാഗോർ മനോഹരമായൊരു കഥ പറഞ്ഞു. ആ കഥ ഇതായിരുന്നു. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അസ്തമിക്കുന്ന സമയത്ത് സൂര്യന് വല്ലാത്ത വിഷമം തോന്നി. സൂര്യൻ എല്ലാവരെയും വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഞാനിത് അസ്തമിക്കാൻ പോവുകയാണ്, ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരക്കും, ആരെങ്കിലും ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കാമോ എന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങ് ദൂരെയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വെളിച്ചമുണ്ട്, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വെളിച്ചം കാണിച്ചാൽ ഭൂമിയിലേക്കൊന്നും എത്തില്ല, അതുകൊണ്ട് എങ്കിലും ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. അങ്ങ് ദൂരെ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ വെളിച്ചം കാണിക്കാൻ തുടങ്ങി. പക്ഷേ നക്ഷത്രങ്ങളെ കാർമേഘം വന്ന് മൂടി. നക്ഷത്രങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇതാ കാർമേഘം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് വെളിച്ചമില്ല, പക്ഷെ സൂര്യനിൽ നിന്ന് കടം കൊള്ളുന്ന വെളിച്ചമുണ്ട്, ഈ വെളിച്ചം നിലാവ് പോലെ ഞങ്ങൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രൻ വെളിച്ചം കാണിക്കാൻ തുടങ്ങി. ചന്ദ്രനെയും കാർമേഘം വന്ന് മൂടി. അപ്പൊ ചന്ദ്രൻ വിളിച്ചു ചോദിച്ചു, ഞങ്ങളിതാ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക എന്ന് ചോദിച്ചു. ആ സമയത്ത് മിന്നാമിനുങ്ങുകൾ പാറി വന്നു. ആ മിന്നാമിനുങ്ങുകൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വന്തമായി വെളിച്ചമുണ്ട്, ഞങ്ങൾ ഈ വെളിച്ചം കാണിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കൊച്ചു കുട്ടികളാണ്, മിന്നാമിനുങ്ങുകളാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ വെളിച്ചം എന്ന് പറയുന്ന അറിവ് ഉണ്ട്, അല്ലേ? ഈ വെളിച്ചം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അറിവ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലോകത്തിൽ മുഴുവൻ വെളിച്ചം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ അറിവ് നേടുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഡ്രീം. ഡ്രീം റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന് ശരിയുത്തരം നൽകിയാൽ ഓരോ ടീമിനും 10 പോയിന്റ് വീതം നേടാം. ഉത്തരം പറയാതിരുന്നാലും ഉത്തരം തെറ്റിപ്പോയാലും മൈനസ് മാർക്കില്ല. ഓരോ ടീമിനും ഈ റൗണ്ടിൽ 10 പോയിന്റാണ് നേടാവുന്നത്. ടീം വയലറ്റിനോടാണ് ആദ്യത്തെ ചോദ്യം. റെഡിയാണല്ലോ? വളരെ ശാന്തമായിട്ട് കേൾക്കുക. ചോദ്യം വ്യക്തമായി കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക, കേട്ടോ? നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. 9 മുതൽ താഴോട്ട് വരും, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 1 എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പ്രസ് ചെയ്യണം. ഓക്കെ, ശരി. ചോദ്യം ഇതാണ്. മലയാളിയായ ഒരു ബഹുമുഖ പ്രതിഭ ആണ് ഇത്. പൈലറ്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി കാണണമെന്നുള്ളത്.
ആ മഹാന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനമായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആദ്യം ഇറങ്ങിയത്. ആരാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Tell me, what's your answer? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. വ്യക്തമായ ബോധമുണ്ടായിട്ട് പറഞ്ഞതാണോ അതോ വെറുതെ പരീക്ഷണം അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ? വിമാനത്താവളം തിരുവനന്തപുരത്തെ. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഉത്തരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ് ഓർ നോ എന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. സോ യെസ് ഓർ നോ? That's the wrong answer. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ പറയാം. GV രാജ. പെർഫെക്റ്റ് ആൻസർ ആണ്. GV രാജയാണ് the right answer. GV രാജ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പക്ഷേ ചോദ്യം യെല്ലോ ടീമിനോട് അല്ലാത്തതുകൊണ്ട് മാർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഡിഗോയ്ക്കുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതാണ്: മുഹമ്മദ് റിയാബ് സംവിധാനം ചെയ്ത ക്ലാഷ് എന്ന ഈജിപ്ഷ്യൻ സിനിമയാണ് ഇത്തവണത്തെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സുവർണ ചകോരം നേടിയത്. ഏത് ഭാഷയിലാണ് ഈ സിനിമ നിർമ്മിച്ചത്? യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. യെസ്, ഇംഗ്ലീഷ്. നമുക്ക് നോക്കാം. യെസ് ഓർ നോ എന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. ലെറ്റ്സ് സീ. ആർക്കെങ്കിലും ഈജിപ്ഷ്യൻ പറഞ്ഞവര് കൈപൊക്കിയേ, കൈ താഴ്ത്തിക്കോളൂ. That's the wrong answer. ഇറാനിയൻ പറഞ്ഞവർ ആരൊക്കെയാണ്? കൈ താഴ്ത്തിക്കോളൂ. നിങ്ങളത് തെറ്റാണ്. അറബിക്ക് പറഞ്ഞത് ആരാണ്? Congratulations. That's the right answer. That's the right answer. അറബിക്കാണ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ടീം ബ്ലൂ, യു ആർ റെഡി? ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടോളൂ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. പെണ്ണാറുകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഏത് നദിയുടെ പോഷക നദികളാണ് ഇവ? Your time starts now. ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ ബസർ പ്രസ് ചെയ്തു. ടൈം കൗണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ആൻസറും പറഞ്ഞു അല്ലെ? ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു കോൺഫിഡൻസ് ആണ്. കാരണം അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടി ഇതാണ് നിങ്ങളുടെ ഗ്രാഹ്യം എന്ന് പറയുന്നത് അല്ലെ? ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ആ ചോദ്യത്തിന് ഇത്രമാത്രം ഗഹനമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും നിങ്ങൾ വളർന്നു വലുതാവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോകാതിരിക്കുക. നിങ്ങൾ പാഠ്യപുസ്തകത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചിന്തകൾ മാറിപ്പോകാതിരിക്കുക. വൈകുന്നേരങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അധ്യാപകൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ശ്രദ്ധ, അത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം, ക്ലാസ്സിൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഒരു സിനിമ കാണുന്നത് പോലെ അധ്യാപകന്റെ നാവിൻ തുമ്പിൽ, അധ്യാപകന്റെ വാക്കുകളിൽ, അധ്യാപകന്റെ ചലനങ്ങളിൽ മുഴുവൻ ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരും. അധ്യാപകൻ ഒരു സിനിമ കാണുന്ന പോലെ അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ശ്രദ്ധയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ശ്രദ്ധയോടുകൂടി ഇനിയും നമുക്ക് ചോദ്യങ്ങളിൽ പങ്കെടുക്കാം. ഇനിയും ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്. കാത്തിരിക്കുക. ആൻഡ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. തിരിച്ചു വരാൻ നമുക്ക് ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. ഇനിയും ചോദ്യങ്ങളുണ്ട്. നമ്മൾ 3 ചോദ്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്.
നാലാമത്തെ ചോദ്യം വരുന്നത് ടീം ഗ്രീനിലേക്കാണ്. ടീം ഗ്രീൻ, ചോദ്യം ഇതാണ്: ബാലവേല ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? Your countdown starts here. എന്താണ് what's your answer? റെഡ് മാർക്ക്. Red mark. Okay. ചോദ്യം ഇതാണ്: യെസ് ഓർ നോ? ഇനിയുള്ള ചോദ്യം വരുന്നത് യെല്ലോയിലേക്കാണ്. റെഡിയാണ് അവർ കേട്ടോ. തലയാട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അത് റെഡിയാണ്. ചോദ്യം ചോദിച്ചില്ല, അതിന് മുമ്പത്തിന് ഉത്തരം റെഡിയാണ് അല്ലേ? ആണോ? അല്ല. അപ്പൊ ചോദ്യം കേട്ടോളൂ. ചോദ്യം ഇതാണ്: ഗലീലിയോ ഗലീലി ലോകത്തോട് വിട പറഞ്ഞത് 1642-ലാണ്. അതേ വർഷം ക്രിസ്മസ് ദിനത്തിലാണ് മറ്റൊരു മഹാനായ ശാസ്ത്രജ്ഞൻ ജനിച്ചത്. ആരായിരുന്നു ഇദ്ദേഹം? Your countdown starts now. 9 അടിച്ചപ്പോഴേക്കും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിനക്ക് മാർക്ക് തരാൻ പോവാണ്. കാരണം അത്രമാത്രം ഊർജ്ജമാണ് അല്ലേ? സോ വാട്ട്സ് യുവർ ആൻസർ? ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ. Let's see, yes or no. ഈ ചടുലതയുണ്ടല്ലോ, ഈ ചടുലത ഇതെപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കണം നിങ്ങൾ കേട്ടോ. എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിരിക്കണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയായി പോകരുത്. എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ടിലിൽ കുറേ നേരം ഇരിക്കാറുണ്ടോ? കിടക്കയിൽ കുറേ നേരം ഇരിക്കാറുണ്ടോ? അങ്ങനെ ആയിരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി എണീറ്റ് ബാക്കിയുള്ള പരിപാടികൾ നോക്കിക്കോണം. ബ്രഷ് ചെയ്യുക, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ നല്ല ചടുലമായിരിക്കണം. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചടുലമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുക, ഓടുകയാണെങ്കിൽ ഓടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആൻസർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് നിങ്ങൾ നേരിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം. അതിനാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, വണ്ടർഫുൾ. ഓൾറൈറ്റ്. ഇനിയുള്ള ചോദ്യം, ആറാമത്തെ ചോദ്യം. ചോദ്യം വരുന്നത് ഓറഞ്ചിലേക്കാണ്. ചോദ്യം ഇതാണ്: സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മൂലകം എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yeah, okay. So, what's your answer? സിലിക്കൺ. Silicon. Silicon. Sure? Sure? Yes. Okay, നമുക്ക് നോക്കാം. Yes or no? Perfect answer. ഇനി നമ്മൾ ഇന്നത്തെ ഡ്രീം എന്ന് പറയുന്ന ഈ എപ്പിസോഡിനകത്ത് നേരിടുന്ന ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ടീം റെഡിനോടാണ് ചോദിക്കുന്നത്. ടീം റെഡ് റെഡിയാണോ? റെഡിയാണ്. ചോദ്യം ഇതാണ്: നല്ല ഉയരവും സൗന്ദര്യവും ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച പല കുട്ടികളിൽ ഒരുവനായ എനിക്ക് വലിയ പൊക്കമോ ഭംഗിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രശസ്തനായ ഒരാളുടെ പ്രശസ്തമായ ആത്മകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആരുടെ ആത്മകഥയാണ് ഇത് എന്ന് പറയാമോ? Your time starts now. Okay. നിങ്ങൾക്ക് ഉത്തരം പറയാം. EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, EMS നമ്പൂതിരിപ്പാട്. That's your answer. Yes or no? That's a wrong answer. ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവരും ഇതിന് ഉത്തരം പറയുമെന്നുള്ളതാണ്. കാരണം വലിയൊരു വിഭാഗം ആളുകൾ വായിച്ചിട്ടുള്ളൊരു പുസ്തകമായിരിക്കാം ഇത്.
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരെയും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ തോന്നൽ. സോ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ആൻസർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. റൈറ്റ് ആൻസർ. ഏതാണ് ആത്മകഥ അദ്ദേഹത്തിന്റെ? അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, അത്രമാത്രം വളരെ വളരെ കഷ്ടപ്പാടിലൂടെ ജീവിച്ചൊരു കുട്ടി. ആകാശത്തെ പക്ഷികൾ പറന്നു പോകുന്നത് കണ്ട് സ്വപ്നം കണ്ട് നമ്മളോട് എപ്പോഴും അദ്ദേഹം പറയുന്നതാണ് സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കുമെന്നുള്ളത്. ആ സ്വപ്നം കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച, ലോകത്തെ മുഴുവൻ പ്രേരിപ്പിച്ച മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ന് നമ്മുടെ മനസ്സിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം പിന്നെ ഭാരതത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഉയർന്നു. ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും അദ്ദേഹം സ്വന്തമാക്കാതെ അദ്ദേഹം നമ്മെ വിരിഞ്ഞു പോയി അല്ലേ. അദ്ദേഹം നഷ്ടപ്പെട്ടത് എത്രയോ ദിവസം ഇപ്പോഴും നമുക്ക് മനസ്സിലൊരു ദുഃഖമാണ്. എല്ലാ കുട്ടികൾക്കും ദുഃഖമാണ്. കാരണം കുട്ടികൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ടതാണ്. വായിച്ചിട്ടുണ്ടോ ഈ ബുക്ക് വിങ്സ് ഓഫ് ഫയർ? അത് മോശമാണ്. കാരണം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ കുട്ടികൾ ആ പുസ്തകം വായിച്ചില്ല എന്ന് പറഞ്ഞതിൽ മോശമാണ്. നിങ്ങൾ വായിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള കാര്യം, ക്വിസ് മത്സരത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. പുസ്തകങ്ങൾ ധാരാളം നിങ്ങൾ വായിക്കണം. ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. ഓരോ രാത്രിയിലും ഓരോ പുസ്തകത്താളുകൾ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ. നിർബന്ധമാക്കണം അത് ഈ പ്രായത്തിൽ തന്നെ. ഞാൻ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാജിക് കാണിക്കാം. പക്ഷേ ആ മാജിക് കാണിക്കുന്നതിന് മുമ്പ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. നമുക്ക് തിരിച്ചു വരാം അറിവിന്റെ ലോകത്തേക്ക്, വിസ്മയങ്ങളുടെ ലോകത്തേക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. അപ്പോ നമ്മൾ പറഞ്ഞത് ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിനി കാത്തിരിക്കുന്നത് ഒരു ചെറിയ മാജിക്കിന് വേണ്ടിയിട്ടാണ്. ആ മാജിക് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ധാരാളം വായിക്കണം എന്ന് നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന്, പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വേണം. Can you come to the stage? മോളുടെ പേരെന്താണ്? വന്ദന. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തോമസ് അട്ടപ്പള്ളം കുമളി. സെന്റ് തോമസ് അട്ടപ്പള്ളം കുമളി അല്ലേ? എനിക്ക് തണുപ്പുണ്ടോ അവിടെ? പിന്നെ നല്ല തണുപ്പാണ്. ഓക്കെ. ആരാ വന്നിരിക്കുന്ന കൂടെ? അമ്മ എവിടെയാ? അമ്മയുടെ പേര് ആശ. ഓക്കെ. ആശയും വന്ദനയും. ആദ്യം ആശയ്ക്കും വന്ദനയ്ക്കും നമുക്ക് നല്ലൊരു കയ്യടി. മോളെ, അങ്കിളിന്റെ കയ്യിൽ 3 പുസ്തകങ്ങളുണ്ട്. ഇത് 3 ബുക്കും വളരെ പ്രശസ്തമായ ബുക്കുകളാണ്. ഒന്ന് ബഷീർ എഴുതിയ കത്തുകൾ. ഏത് ബഷീറാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ അറിയാം അല്ലെ. രണ്ടാമത്തെ പുസ്തകം തകഴിയുടെ സർഗപഥങ്ങൾ. വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. മൂന്നാമത്തെ പുസ്തകം ഫിദൽ കാസ്ട്രോ, മതത്തെപ്പറ്റി. ഇങ്ങനെ 3 പുസ്തകങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ഫിദൽ കാസ്ട്രോ, രണ്ടാമത്തേത് വൈക്കം മുഹമ്മദ് ബഷീർ, മൂന്നാമത് തകഴി. 3 പുസ്തകങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ. ഞാൻ ആശാ മാഡത്തിനാണ് ചാൻസ് തരുന്നത്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ടച്ച് ചെയ്യാം. ഏത് പുസ്തകം വേണമെങ്കിലും എടുക്കാം. ടേക്ക് ഇറ്റ്. ഓക്കെ. ആ പുസ്തകം മാറ്റിവെക്കാം. ഇനി വിടുന്നു. ഇനി 2 ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ടേക്ക് ഇറ്റ് ബുക്ക്. കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഒരു പുസ്തകം മാത്രം മാറ്റിവെച്ച് ബാക്കിയുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. തകഴിയുടെ സർഗപഥങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാജിക് ആരംഭിക്കാം. വന്ദന, ക്ലോസ്, കം ക്ലോസ്. മോളെ, ഇതിനകത്ത് എത്ര പേജ് ഉണ്ട്? പേജ് നമ്പർ 278 പേജുകളുണ്ട് അല്ലെ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിലെ വാക്കുകൾ, വരികൾ എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ആണല്ലോ. ആണ്. ഇനി ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ. ഒരു ബുക്ക് മാർക്കർ ഉണ്ട്. സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ബുക്ക് മാർക്കറാണ്. ആൻഡ് യു ക്യാൻ സേ എനി വേർഡ് ടു സ്റ്റോപ്പ്. എനി വേർഡ് ടു സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഓക്കെ. ഇനി ഞാൻ തുറക്കുന്ന സമയത്ത് വന്ദന ചെയ്യേണ്ട കാര്യം, എവിടെയാണ് മോളുടെ ചോയ്സ് അനുസരിച്ചാണ് നിർത്തിയിരിക്കുന്നത്. തുറക്കുന്ന സമയത്ത് മോള് ചെയ്യേണ്ടത് ആ പേജ് നമ്പർ ഏതാണെന്നുള്ളതും ഫസ്റ്റ് 2-3 വേർഡ്സ് എന്താണെന്നുള്ളതും മോളുടെ മനസ്സിൽ വിചാരിക്കണം. എന്നോട് പറയരുത്, മോളുടെ മനസ്സിൽ മാത്രം വിചാരിക്കുക. എന്നോട് പറയരുത്, ഞാൻ നോക്കുന്നില്ല. യു ക്യാൻ സീ ദി പേജ് നമ്പർ ആൻഡ് ദി ഫസ്റ്റ് 3 വേർഡ്സ്. Got it? Yes. Got it? Yes. That's in your mind. Yes. Don't say. Keep in your mind. Okay? മനസ്സിലുണ്ടല്ലോ. Okay. Yeah. And take this book. അപ്പോൾ മോളുടെ കയ്യിൽ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് മോള് സെലക്ട് ചെയ്ത പേജ് നമ്പർ ഉണ്ട്. ആ പേജ് നമ്പറിൽ തുടങ്ങുന്ന 3 വാക്കുകളുണ്ട്. ക്ലിയർ? ചുണ്ടനക്കരുത്,
എന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ആദ്യം ആ പേജ് നമ്പർ മനസ്സിൽ വിചാരിക്കാം. പേജ് നമ്പർ ടീച്ചേഴ്സ് ബോർഡിൽ എഴുതുന്ന പോലെ മനസ്സിൽ വൈറ്റ് ചോക്ക് കൊണ്ട് ആ പേജ് നമ്പർ എഴുതി വെക്കണം. ിന് താഴെയുള്ളൊരു പേജ് നമ്പറാണല്ലേ? അതെ. ആണ്. 190 മുകളിലൊരു പേജ് നമ്പറാണ്. അതെ. ദി പേജ് നമ്പർ ഈസ് 196 ആണ്. ഇനി നമ്മൾ ആ വാക്കുകളെ പറ്റി മനസ്സിൽ വിചാരിക്കും. കുറച്ചുകൂടി ക്ലോസ് ആയിട്ടാണ്. ഞാൻ പേജ് നമ്പർ മറന്നേക്കൂ, ആ വാക്ക് മാത്രം മനസ്സിൽ വിചാരിച്ചോളൂ. എല്ലാ വാക്കുകളും ഉണ്ടോ? ആയിലാണോ തുടങ്ങുന്നത്? ഓക്കെ. അവന് ജാതിയില്ല, മതമില്ല, ബാക്കി വരുന്നില്ല. അവന് ജാതിയില്ല, മതമില്ല. പെർഫെക്റ്റ് ആണോ? ഇനി ഇപ്പോൾ നിങ്ങൾ കൈയെടുത്ത് കുറച്ചുകൂടി ആവേശം കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടുപ്പത്തിൽ ഞാൻ മാജിക് കാണിക്കാം. ആൻഡ് ആ ബുക്ക് ഇങ്ങനെ പിടിച്ചോളൂ, കയ്യിൽ പിടിച്ചോളൂ. ആൻഡ് വാട്ട് ഐ എം ഡൂയിങ് ഹിയർ, ഞാൻ ആ പേജ് ഇങ്ങനെ കീറിയെടുക്കുന്ന പോലെ കാണിക്കുന്നു. അമ്മയുടെ കയ്യിലുള്ള പുസ്തകത്തിനകത്തേക്ക് പേജ് കൊടുക്കുന്ന പോലെ കാണിക്കുന്നു. ജസ്റ്റ് ഓപ്പൺ ഇറ്റ്. പേജ് നമ്പർ ഏതായിരുന്നു? 196. ആൻഡ് 196. ആര് കീറി? അപ്പൊ മോളെ എവിടെ നോക്കിയാ വായിച്ചേ? യു ഓപ്പൺ ഇറ്റ്. And see, it is perfectly matching. Perfect ആണല്ലോ? അതെ. So that's it. Thank you so much. ഇനി നമുക്ക് മാജിക് കണ്ടിരുന്നാൽ പോരല്ലോ, നമുക്ക് സ്കോറിലേക്ക് പോണ്ടേ? നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ടീം വയലറ്റ്, യു ഗോട്ട് 0 marks. ഇൻഡിഗോ, that is 0. ബ്ലൂ, you got 10 marks. Green, you got 10 marks. Yellow, you got 10 marks. Orange, you got 10 marks. And red, നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് 0 മാർക്കാണ്. So don't worry about it. നാളെ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് കൂടി നേരിടേണ്ടതുണ്ട്. അതിനകത്ത് ഇന്നത്തതെല്ലാം തിരിച്ചു പിടിക്കാം. ഓക്കെ? സോ കാത്തിരിക്കാൻ നമുക്കും. ഈ കുട്ടികൾ ഇതേപോലെ നാളെ ഇവിടെ ഉണ്ടാവും. വീണ്ടും മത്സരത്തിൽ പങ്കെടുക്കും. നാളെ നേരിടാൻ പോകുന്നത് പ്രതീക്ഷയാണ്, ഹോപ്പ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.